ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. സദൃശ്യവാക്യങ്ങൾ 18 അധ്യായം അതിൻ്റെ 21 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അതിൻ്റെ 20 വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. പല പുസ്തകങ്ങളിലും ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, വിശ്വാസത്തിൻ്റെ വചനം പറഞ്ഞതുകൊണ്ട്, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മുൻപിലുള്ളതായ പ്രതികൂലങ്ങളെ മാറ്റിക്കളഞ്ഞ അനേകം വിശ്വാസികളുണ്ട്. നാം തന്നെ അങ്ങനെയുള്ള വിശ്വാസ വീരന്മാരുടെ, വിശ്വാസ വനിതകളുടെ എല്ലാം അത്ഭുത സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കാം. പ്രതികൂലത്തിന് നടുവിൽ അവർ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. 18 സങ്കീർത്തനത്തിൽ വായിക്കുന്നതായ വാക്യങ്ങളാണത്. അതെ, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഇന്ന് പലപ്പോഴും പല വിശ്വാസികളും ജീവിതത്തിൻ്റേതായ ഓരോ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, പല പ്രതികൂല കാലാവസ്ഥകളിൽ കൂടി, പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ പലപ്പോഴും പതറിപ്പോകുന്നവരാണ്. തങ്ങളുടെ വിശ്വാസം തന്നെ ത്യജിച്ച് കളയുന്നത് പോലെ അവരുടെ വിശ്വാസം മരവിച്ചു പോകുന്നത് കാണാറുണ്ട്. പലതരത്തിലുള്ളതായ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, സഹിക്കാനാവാത്ത വേദനകൾ കടന്നു വരുമ്പോൾ പലതിലും പരാജയപ്പെട്ടു പോകുന്ന വിശ്വാസികൾ. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നാം നമ്മുടെ നാവ് കൊണ്ട് എന്താണ് പറയുന്നത്? മരണത്തിൻ്റെ വാക്കുകളാണോ ജീവൻ്റെ വാക്കുകളാണോ? ഹല്ലേലൂയ. വചനം ജഡമായി അവതരിച്ചു. ആ വചനം ക്രിസ്തുവായിരുന്നു നമുക്കറിയാം. എന്നാൽ നാം ആ വിശ്വാസത്തിൻ്റെ വചനം, നിത്യജീവൻ്റെ വചനം പറയുമ്പോൾ സാക്ഷാൽ കർത്താവിനെ തന്നെയാണ് പ്രഘോഷിക്കുന്നത്, കർത്താവിനെ തന്നെയാണ് നാം നമ്മുടെ വായ കൊണ്ട് ഏറ്റുപറയുന്നത്. വിശ്വാസത്തിൻ്റെ വചനം പറയുന്ന ഒരു വിശ്വാസിയുടെ മുൻപിൽ അടഞ്ഞുപോയ വാതിലുകൾ തുറക്കപ്പെടും. എൻ്റെ ജീവിതത്തിൽ അനേകം അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. പല പ്രതികൂലങ്ങളിലും ഒരിക്കലും ഈ വാതിൽ തുറക്കുകയില്ല എന്ന് മറ്റുള്ളവർ പോലും വിധി എഴുതിയതായ പല സാഹചര്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉറക്കെ പറഞ്ഞുകൊണ്ട്, അത് എൻ്റെ മുൻപിലുള്ളതായി ഈ വൻമതിൽ തകർക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. കാരണം അവൻ അത്ഭുത മന്ത്രിയാണ്. എൻ്റെ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് സകലവും സാധ്യമല്ലോ. അതെ, ദൈവത്താൽ സകലവും സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷേ കർത്താവിന് ഒന്നും അസാധ്യമല്ല. നാം നമ്മുടെ നാവ് കൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ വാക്കുകളെ പറയുന്നുവെങ്കിൽ, ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അധികാരത്തോടെ ഉപയോഗിക്കുന്ന ഒരു ദൈവ പൈതലാകുന്നു നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞുപോയ വാതിലുകൾ തുറക്കപ്പെടും. പലപ്പോഴും വാതിലുകൾ അടഞ്ഞു എന്ന് തോന്നിയാലും നാം വിശ്വാസത്തിൻ്റെ വാക്കുകൾ, അത് നാവിൻ്റെ അധികാരത്തിലാണ് മരണവും ജീവനും ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗബാധ വന്നു എന്നിരിക്കട്ടെ, ഒരു മാരകമായ രോഗം. ആ രോഗത്തിന് മുൻപിൽ നാം തളർന്നു പോകാതെ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന്, എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തരുമെന്ന്, എൻ്റെ ദൈവം സൗഖ്യമാക്കുന്നത് യഹോവയാണ്, അവൻ റാഫ യഹോവയാണെന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നുവെങ്കിൽ നമ്മുടെ രോഗത്തെ, നമ്മുടെ പ്രതികൂലത്തെ മാറ്റിമറിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അതെ, കർത്താവ് പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്മേൽ നിന്നുകൊണ്ടാണ്. നമുക്കറിയാം, ഒരിക്കൽ പത്രോസ് കർത്താവ് കടലിൽ മീതെ നടക്കുന്നു കണ്ടപ്പോൾ, വെള്ളത്തിൻ്റെ മീതെ നടക്കുന്ന കർത്താവിനെ നോക്കി പത്രോസ് പറഞ്ഞു, കർത്താവേ, എനിക്കും അങ്ങ് നടക്കുന്ന പോലെ നടക്കുവാൻ ആഗ്രഹമുണ്ട്. കർത്താവ് അവനോട് പറഞ്ഞു, നീ മുന്നോട്ട് വരിക. അപ്പോൾ ആദ്യം പത്രോസ് വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ മുന്നോട്ട് വെച്ചു. ആ വെള്ളത്തിന്മേലേക്ക് കർത്താവ് പറഞ്ഞു എന്ന് കരുതി പത്രോസിന് അനുസരിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പത്രോസിന് സംശയങ്ങൾ ഉള്ളിൽ ഉണ്ടാകാം. ഈ കർത്താവ് നടക്കുന്ന പോലെ എനിക്ക് നടക്കുവാൻ കഴിയുമോ? യേശു ക്രിസ്തു ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്യുന്ന ദൈവപുത്രനാണെന്ന് പത്രോസിന് നന്നായി അറിയാം. ആ കർത്താവ് നടക്കുന്ന പോലെ ഞാൻ ഈ കടലിൻ്റെ മീതേക്ക് കാലെടുത്തു വെച്ചാൽ അങ്ങനെ സംഭവിക്കുവാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെയെല്ലാം സംശയങ്ങൾ പത്രോസിന് ഹൃദയത്തിലേക്ക് കടന്നു വരാം. പക്ഷേ ആ കർത്താവ് വരിക എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ അവൻ്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസമാണ് ഉളവായി വന്നത്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് പത്രോസ് തൻ്റെ കാൽ പടകിൽ നിന്നും എടുത്ത് ആ വെള്ളത്തിന്മീതേക്ക് വെച്ചത്. ആദ്യത്തെ ചൂടുകൾ അവന് നടക്കുവാനും കഴിഞ്ഞു. എന്നാൽ വിശ്വാസത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് പിന്മാറി അവൻ
ഇനി ഞാൻ താണു പോകുമോ എന്ന് അവിശ്വസിച്ച് പോയപ്പോൾ അവൻ താഴേക്ക് താഴുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. നാം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, ചില പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, ഒരു പക്ഷേ ഈ വാഗ്ദത്തം നിറവേറുമോ, ഈ വാഗ്ദത്തം നടക്കാതെ പോകുമോ എന്നുള്ളതായ അവിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അവിടെ പരാജയപ്പെട്ടു പോവുകയാണ്. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മരണവും ജീവനും ദൈവ പൈതലേ നിൻ്റെ നാവിൻ്റെ അധികാരത്തിലാണ്. നീ ആ അധികാരത്തോടുകൂടി ആ വചനത്തെ ഉപയോഗിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവം കള്ളം പറയുകയില്ല. എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എൻ്റെ കർത്താവ് വാക്കു പറഞ്ഞാൽ വാക്കു മാറാത്ത ദൈവമാണ്. മനുഷ്യർ വാക്കു മാറിയാലും എൻ്റെ കർത്താവ് വാക്കു മാറുകയില്ല. അവൻ എന്നെ തള്ളിക്കളയുകയില്ല, അവൻ എന്നെ ഉപേക്ഷിക്കുകയുമില്ല. കർത്താവ് എന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. അതെ, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു നായ് പോലും നിനക്ക് എതിരായി നിൽക്കുകയില്ല എന്ന് യോശുവയോട് വാക്കു പറഞ്ഞ ദൈവം, മോശയുടെ മേലുണ്ടായിരുന്ന അധികാരത്തിൻ്റെ പങ്ക് യോശുവയുടെ മേലും വെച്ച ദൈവം, ആ ദൈവം നമ്മുടെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മെ വിളിച്ചിറക്കിയ കർത്താവാകുന്നു. ഈ കർത്താവ് ഒരിക്കലും വാക്കുമാറുന്ന ദൈവമല്ല. നാം നമ്മുടെ നാവ് കൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നുവെങ്കിൽ, പ്രതികൂലങ്ങളിലേക്ക് നോക്കി വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നുവെങ്കിൽ, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ഏറ്റു പറയുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ഉയർത്തി നിർത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള കർത്താവ്. നമ്മുടെ നാവുകൾ എപ്പോഴും പോസിറ്റീവ് സംസാരിക്കുന്നതായി തീരട്ടെ. നമ്മുടെ നാവിൽ നിന്ന് എപ്പോഴും നന്മയുടെ വാക്കുകൾ മാത്രം പുറത്തോട്ട് വരട്ടെ. നമ്മുടെ നാവിന്മേൽ നിന്ന് എപ്പോഴും അധികാരത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ, ദൈവം ചെയ്യുന്നതായ അത്ഭുതത്തിൻ്റെ വാക്കുകൾ പുറത്തോട്ട് വരട്ടെ. അതെ, കർത്താവിൻ്റെ വചനം അത് അത്ഭുതങ്ങളെ വിളയിക്കുന്ന വചനമാണ്. അത്ഭുതമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വചനമാണ്. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും. നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നെഗറ്റീവാണോ പറയുന്നത്, അതായിരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. എന്നാൽ നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി പോസിറ്റീവാണോ പറയുന്നത്, അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാക്കപ്പെടും. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലവും ഉളവാക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തെയും കിളിർപ്പിക്കുവാനും കഴിയും, പുഷ്പിക്കുവാനും കഴിയും. അതെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം ശക്തിയുള്ള വചനമാണ്, അത്ഭുതകരമായ വചനമാണ്, അതിശയമേറിയ വചനമാണ്. ഈ വചനത്തിൽ നമുക്ക് വിശ്വസിച്ചുറയ്ക്കാം. നമ്മുടെ നാവിന്മേൽ നിന്ന് അത്ഭുതത്തിൻ്റെ വചനങ്ങൾ, നന്മയുടെ വചനങ്ങൾ, പോസിറ്റീവ് വചനങ്ങൾ മാത്രം പുറത്തേക്ക് വരട്ടെ. നമുക്ക് നമ്മുടെ ഭാവിയെ നോക്കി അനുഗ്രഹിക്കാം. നമ്മുടെ ഭാവിയെ നോക്കി നന്മയുടെ വാക്കുകൾ പറയാം. അതിന് കർത്താവായ യേശുക്രിസ്തു നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.